axiom of completeness is every non-empty set of real numbers that is bounded above has a least upper bound. ഒരു സെറ്റ് ബൗണ്ടഡ് above ആണെങ്കിൽ അതിന് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ അതും ഇതിന്റെ സിമിലർ ആയിട്ട് പറയാം. എന്താ, ഒരു സെറ്റ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ അതിനും എന്തുണ്ടാവും, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഉണ്ടാവും അല്ലെ. എന്ന് വെച്ചാൽ ഒരു സെറ്റ് ബൗണ്ടഡ് above ആണെങ്കിൽ സുപ്രീമോ ഉണ്ടാവും, ഒരു സെറ്റ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ഇൻഫീമോ ഉണ്ടാവും. Property ഒരു റിസൾട്ടോ പ്രോപ്പർട്ടി എന്തൊക്കെ ആയിട്ട് പറയാം. least upper bound of minus a. Property. No one. If A is a subset of R, then number one, least upper bound is supreme of A is equal to supreme of minus A is equal to minus of infimum of A. Supreme of minus A is equal to infimum of minus A. Supreme of, if A is a non-empty subset of R, then supremum of minus A is equal to minus of infimum of A. Infimum of, നമുക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ A is equal to closed interval 1 to, what is supreme of A? ഇതിന്റെ സുപ്രീം ആരുടെ, ഇതിന്റെ സുപ്രീം ആര്, 1 2 ന്റെ സുപ്രീമോ, വൺ ടുവിന്റെ സുപ്രീം ആരാടാ, ആരുമില്ലേ? 1 2 എന്ന സെറ്റിന്റെ സുപ്രീം ആരാ? ഇവിടെ ക്ലോസ് ഇന്റർവൽ 1 2 ന്റെ സുപ്രീം ആരാണ്? അജയമാകെ കേൾക്കുന്നില്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? 1 2 ന്റെ സുപ്രീം ആരാ? ശ്രീസേവേ, സുപ്രീം ഓഫ് 1 2 എന്താ? ടു. ഇനി വാട്ട് ഈസ് മൈനസ് എ? എന്ന് വെച്ചാൽ 1 2 അല്ലേ? ആക്ച്വലി എ എന്ന് വെച്ചാൽ ആരാ? എ എന്ന് വെച്ച സെറ്റ് ആരാണ്? എ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് എ. വാട്ട് ഈസ് മൈനസ് എ? മൈനസ് എ എന്താണ്? അത് മൈനസ് എക്സ് ലെസ് സച്ച് ദാറ്റ് അല്ലേ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ മൈനസ് എക്സ് ആകുമ്പോൾ 1 നും 2 നും ഇടയ്ക്കുള്ള ആൾക്കാരുടെ മൈനസ് എടുക്കുമ്പോൾ എന്ത് വരും? 1 നും 2 നും ഇടയ്ക്കുള്ള ആൾക്കാരുടെ മൈനസ് എടുക്കുമ്പോൾ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്നാവും അല്ലേ. അപ്പോൾ മൈനസ് എക്സിന്റെ വാല്യൂ -2 നും -1. അതാരാ? മൈനസ് എ എന്ന് പറഞ്ഞ സെറ്റ് ആരായിരിക്കും? മൈനസ് എ എന്ന സെറ്റ് ആരായിരിക്കും? -2 -1 ശരിയല്ലേ? ഇവിടെ A12 എങ്കിൽ, A ക്ലോസ്ഡ് ഇന്റർവൽ 1 2 എങ്കിൽ
മൈനസ് എ ആരാ? ക്ലോസ്ഡ് ഇന്റർവൽ -2 -1 ആണ്. ശരിയല്ലേ? ഇനി അപ്പോ ആരാണ് സുപ്രീമോ അല്ലെ? സുപ്രീം ഓഫ് മൈനസ് എ. ഇനി ആരാ സുപ്രീം ഓഫ് മൈനസ് എ? ഇവിടെ ഇൻഫീം ഓഫ് എ ആരാണ്? ഇൻഫീം ഓഫ് എ ഇവിടെ ഇൻഫീം ഓഫ് എ ആരാണ്? എന്റെ ഇൻഫീം ആരാ? എന്റെ ഇൻഫീം ആരാണ്? ഗോപിയ. വൺ. അപ്പോ ഇവിടെ മൈനസ് എന്റെ സുപ്രീമോ ഇതല്ലേ? മൈനസ് എ എന്റെ സുപ്രീമോ മൈനസ് അല്ലേ? അപ്പോ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 അല്ലേ? ഇൻഫീം ഓഫ് എ അല്ലേ? അപ്പോ സുപ്രീമം ഓഫ് മൈനസ് എ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻഫീം ഓഫ് എ. ഈ എക്സാമ്പിൾ ശരിയല്ലേ? അപ്പോ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എ സബ്സെറ്റ് ഓഫ് ആർ ആണ് സുപ്രീം ഓഫ് മൈനസ് എ ഇസ് ഈക്വൽ ടു ഇൻഫീം ഓഫ് മൈനസ് ഓഫ് ഇൻഫീം ഓഫ് എ എന്ന് പറയാം. ഞാൻ ലെറ്റ് സുപ്രീം ഓഫ് എ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇൻഫീം ഓഫ് എ ഇസ് ഈക്വൽ ടു എൽ എന്നെടുത്തു. ഇൻഫീം ഓഫ് എൽ എൽ ആണെങ്കിൽ ദെൻ ബൈ ഡെഫിനിഷൻ എന്തായിരിക്കും? എക്സ് അപ്പർ ബൗണ്ട് ആയിരിക്കും അല്ലേ? എൽ ലോവർ ബൗണ്ട് ആയിരിക്കും ഫോർ ഓൾ എക്സ് ഇൻ എ അല്ലേ? എയിലെ എല്ലാ എലമെന്റ്സും എക്സിനെക്കാളും വലുതോ ഈക്വൽ, എല്ലിനെക്കാളും വലുതോ ഈക്വൽ ആയിരിക്കും. അതാണല്ലോ ഫസ്റ്റ്. എന്തായാലും എൽ എന്താവും? ഇൻഫീം ആയതുകൊണ്ട് ലോവർ ബൗണ്ട് ആവുമല്ലോ. ലോവർ ബൗണ്ടിന്റെ ഡെഫിനിഷനാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഇനിക്വാളിറ്റി ഇവിടെ രണ്ടിടത്തും മൈനസ് അപ്ലൈ ചെയ്താണ്ടാവും. ഒരു ഇന്നിക്വാളിറ്റി രണ്ട് സൈഡിലും മൈനസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്നിക്വാളിറ്റി റിവേഴ്സ് ആവും. അപ്പോൾ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എൽ ആവുമല്ലോ. therefore minus x less than or equal to minus l for all minus x element of minus a. ഇതിന്റെ മീനിങ് എന്താ? which implies അതായത് മൈനസ് എയിലെ എല്ലാ എലമെന്റ്സുകളെക്കാളും വലുതാണ് മൈനസ് എൽ. അതിന്റെ മീനിങ് എന്താ? മൈനസ് എൽ അപ്പർ ബൗണ്ട് ആവുമല്ലോ. മൈനസ് എൽ ഈസ് ദ upper bound of minus a. Minus L is the upper bound of minus a. ഇനി also ഇത് ശ്രദ്ധിക്കുക, ഈ എൽ എന്താണ്? ഈ എൽ എന്നുള്ളത് ആരാണ്? ഇൻഫീമോ ആണ്. അപ്പോ മൈനസ് എൽ എന്തായി? മൈനസ് എയുടെ മൈനസ് എല്ല് അപ്പർ ബൗണ്ട് ഓഫ് മൈനസ് എ എന്നാണ് പറഞ്ഞു. അപ്പോ മൈനസ് എൽ അപ്പർ ബൗണ്ട് ഓഫ് മൈനസ് എ ആണെങ്കിൽ, മൈനസ് എൽ ഈസ് അപ്പർ ബൗണ്ട് ഓഫ് മൈനസ് എ ആണെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് മൈനസ് എ ഉണ്ടല്ലോ, അതായത് സുപ്രീമോ അല്ലെ? സുപ്രീം ഓഫ് മൈനസ് എ ആരാവും? മൈനസ് എൽ ആവും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. മൈനസ് എൽ ആവണമെന്ന് പറയണമെങ്കിൽ എന്തുണ്ടാവണം? അടുത്ത കണ്ടീഷൻ കൂടി പറയാം. നമുക്കിവിടെ സുപ്രീം ഓഫ് മൈനസ് എ മൈനസ് എല്ലിനേക്കാൾ ചെറുതോ ഈക്വലോ എന്ന് പറയേണ്ടി വരും. കാരണം ലോവർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ് സുപ്രീമം. സോറി, അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ് സുപ്രീമം. മൈനസ് എൽ ഒരു അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ സുപ്രീം മൈനസ് എൽ ആരുടെ അപ്പർ ബൗണ്ട് എന്നാ പറഞ്ഞേ? മൈനസ് എല്ല് മൈനസ് എന്റെ അപ്പർ ബൗണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൈനസ് എയുടെ സുപ്രീമത്തിനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കും മൈനസ് എൽ. മൈനസ് എല്ല് മൈനസ് എന്റെ അപ്പർ ബൗണ്ട് എന്നാ പറഞ്ഞത്. ആണെങ്കിൽ മൈനസ് എന്റെ സുപ്രീമത്തെക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കും മൈനസ് എൽ. ഇനി നമുക്ക് ഈക്വൽ എന്ന് കാണിച്ചാൽ മതി. ഇനി also ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എപ്സിലോൺ റിയൽ നമ്പർ എപ്സിലോൺ എടുക്കണം. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 then എൽ പ്ലസ് എപ്സിലോൺ എന്തായാലും എല്ലിനേക്കാളും വലുതായിരിക്കുമല്ലോ. എപ്സിലോൺ പോസിറ്റീവ് ആയതുകൊണ്ട് എൽ പ്ലസ് എപ്സിലോണേക്കാളും വലുതായിരിക്കും, എല്ലിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ എന്റെ ഇവിടെ തന്നിട്ടുള്ളത് എന്റെ ഇൻഫിമോണല്ലേ എന്ന് വെച്ചാൽ എന്റെ ലോവർ ബൗണ്ടുകളിൽ ഏറ്റവും വലുതാണല്ലേ. അപ്പോ എല്ലിനോട് എപ്സിലോൺ ആഡ് ചെയ്യുമ്പോൾ എന്താവും? അപ്പോൾ എല്ലിനേക്കാളും വലുതാവും. എല്ലിനേക്കാളും വലിയ ആൾ എന്തല്ല? ലോവർ ബൗണ്ട് അല്ലല്ലോ. അപ്പോൾ ഈസ് എൽ പ്ലസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ എൽ ഈസ് നോട്ട് എ, അല്ലെങ്കിൽ എൽ പ്ലസ് എപ്സിലോൺ ഈസ് നോട്ട് എ ലോവർ ബൗണ്ട്. എൽ പ്ലസ് എപ്സിലോൺ ഈസ് നോട്ട് എ ലോവർ ബൗണ്ട്. ലോവർ ബൗണ്ടുകളിൽ ഏറ്റവും വലുതാണ് എൽ. അപ്പോൾ അതിനേക്കാളും വലിയ ഒരാൾ ലോവർ ബൗണ്ട് ആവില്ല. ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഓഫ് എ അല്ലേ. സിൻസ് എൽ പ്ലസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ എൽ. എയുടെ ലോവർ ബൗണ്ട് ആവില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തൊട്ടു മുമ്പുള്ള ലെമ്മ നമ്മൾ പറഞ്ഞു, നമുക്ക് എന്താ എഴുതാം? There exists an A, therefore there exists an A element of capital A such that A less than L plus epsilon. അപ്പോൾ എൽ പ്ലസ് എപ്സിലോൺ ഇങ്ങനെ മതി. ഇവിടെ നമ്മൾ വിചാരിക്കുക എൽ പ്ലസ് എപ്സിലോൺ ലോവർ ബൗണ്ട് അല്ല. ഏറ്റവും വലിയ ലോവർ ബൗണ്ട് ആണ് എൽ. എൽ പ്ലസ് എപ്സിലോൺ ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു എ എന്ന എലമെന്റ് ഉണ്ടാവും അല്ലെ. ഇവിടെ ഒരു സ്മോൾ എ എന്ന എലമെന്റ് ഉണ്ടാവും. അത് ഇവിടുത്തെ എലമെന്റാ? ഇത് ക്യാപിറ്റൽ എ എലമെന്റ് ആണ്. അതാണ് then there exists an small a element of capital A such that A less than L plus epsilon. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ രണ്ടിടത്തും മൈനസ് അപ്ലൈ ചെയ്താലോ? which implies മൈനസ് എ ഗ്രേറ്റർ ദാൻ മൈനസ് എൽ മൈനസ് എപ്സിലോൺ അല്ലേ. ഇനി ഈ മൈനസ് എ എവിടത്തെ എലമെന്റ് ആയിരിക്കും? ദാറ്റ് ഈസ് മൈനസ് എ എവിടത്തെ എലമെന്റാ? മൈനസ് എ എലമെന്റ് ഓഫ് മൈനസ് ക്യാപിറ്റൽ എ. which implies ഇനി നമ്മളിവിടെ തൊട്ടു മുന്നേ മൈനസ് എന്റെ അപ്പർ ബൗണ്ട് ആണ് മൈനസ് എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മൈനസ് എന്റെ അപ്പർ ബൗണ്ട് ആണ് മൈനസ് എൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൈനസ് എല്ലിന്റെ അപ്പർ ബൗണ്ട് ആണ് മൈനസ് എ. അങ്ങനെയാണെങ്കിൽ മൈനസ് എല്ലിനേക്കാളും ചെറിയ ആള് any number less than minus l. any number less than minus l is not an upper bound. Of minus l. Which implies
least upper bound of minus a greater than or equal to minus a. ഇവിടെ least upper bound ഒന്ന് എന്താ supreme അല്ലേ, supreme of minus a greater than or equal to minus a. ഇവിടെ supreme of minus a less than or equal to minus a. ഇവിടെ supreme of minus a greater than or equal to minus a. അപ്പോൾ രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? using 1 and 2 supreme of a supreme of minus a supreme of minus a is equal to അല്ലെ ഒന്ന് ലെസ് ദാൻ ഇവിടെ എങ്ങനെ സുപ്രീമോ എന്ന് പറയുന്ന ഒരു നമ്പർ ആണ്. സുപ്രീം ഓഫ് മൈനസ് എന്ന് വെച്ചാൽ ഒരു റിയൽ നമ്പർ ആണ്. അപ്പോൾ ഒരു റിയൽ നമ്പർ ലെസ് ദാൻ ആർ ഈക്വൽ ടു മൈനസ് എൽ ഒരു റിയൽ നമ്പർ ആണ്. തിരിച്ച് മൈനസ് എൽ ലെസ് ദാൻ ആർ ഈക്വൽ ടു ഇവിടെ എങ്ങനെയല്ലേ മൈനസ് എൽ ലെസ് ദാൻ ആർ ഈക്വൽ ടു സുപ്രീം ഓഫ് അത് റിയൽ നമ്പർ. അപ്പോൾ എന്താ രണ്ട് ഈക്വൽ ആവുമല്ലോ. സുപ്രീം ഓഫ് മൈനസ് എ ഈസ് ഈക്വൽ ടു മൈനസ് എൽ ദാറ്റ് ഈസ് supreme of minus a is equal to minus of L എന്തും തന്നിട്ടുണ്ട്, infime of a തന്നിട്ടുണ്ട്, minus of infime of a, minus of infime of a. ഇവിടെ അതിന് സിമിലർ ആയിട്ട് നേരത്തെ പറഞ്ഞതിന് സിമിലർ ആയിട്ട് infime of minus a is equal to minus of supreme of a. So if prove supreme of minus a is equal to minus of infime of a. അതുപോലെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റും infime of minus a is equal to minus of supreme of a. അടുത്ത പ്രോപ്പർട്ടി if capital A and capital B are two bounded non-empty subset of R, bounded non-empty subset of R, then A union B is also bounded and the one supremum of A union B is equal to maximum of supremum of A comma supremum of B and infimum of A union B is equal to minimum of infimum of A comma infimum of B. A union B എയും ബിയും ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ബൗണ്ടഡ് സെറ്റ് ആയിരിക്കും. എയും ബിയും ബൗണ്ടഡ് സെറ്റ്സ് ആണെങ്കിൽ എ യൂണിയൻ ബിയും ബൗണ്ടഡ് ആയിരിക്കും. എ യൂണിയൻ ബിയുടെ സുപ്രീമോ മാക്സിമം ഓഫ് സുപ്രീമോ എയുടെയും സുപ്രീമോ ബിയുടെയും മാക്സിമം ആയിരിക്കും. ഇൻഫീമോ എയുടെയും ഇൻഫീമോ ബിയുടെയും മിനിമം ആയിരിക്കും ഇൻഫീമോ ഓഫ് എ യൂണിയൻ ബി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. A is equal to closed interval 0, B is equal to open interval 2, 3. What is A union B? വൃത്തിയുള്ള എടുത്താൽ
1 കൊടുക്കണേ, ഓപ്പൺ ഇന്റർവൽ 1. അപ്പൊ എ യൂണിയൻ ബി എന്തായിരിക്കും ഇവിടെ? ക്ലോസ്ഡ് 0 ഓപ്പൺ 2 ആയിരിക്കും അല്ലേ? അല്ലേ എ 0 1 ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് ആണ്. ബി എന്ന് വെച്ചാൽ 1 2 വരെ ഓപ്പൺ ആണ്, 1 ഇല്ല 2 ഇല്ല അല്ലേ ബിയിൽ, പക്ഷെ എയിൽ 1 ഉണ്ട്. അതുകൊണ്ട് ഇതാണ് എ യൂണിയൻ ബി ക്ലോസ്ഡ് 0 ഓപ്പൺ 2. എന്താണ് സുപ്രീം ഓഫ് എ? എന്റെ സുപ്രീം ആരാ? 1 ആണ് ഇവിടെ അല്ലേ? ഇവിടെ ബിന്റെ സുപ്രീം ആരാടോ? ബിന്റെ സുപ്രീം 2 ആണ്. ഇവിടെ നോക്കിയേ, സുപ്രീം ഓഫ് എ യൂണിയൻ ബി ആരാ? 0 2 സുപ്രീം ആര്? 2 അല്ലേ? ഇനി ഈ മാക്സിമം ഓഫ് രണ്ടുപേരിൽ വലുതെന്ന് പറയുന്നതിൽ മാക്സിമം 1 2 മാക്സിമം 2 അല്ലേ? So supreme of A union B is equal to maximum of supreme of A and supreme of B. A union B, A union B bounded ആണല്ലോ. എയും ബിയും ബൗണ്ടഡ് ആണല്ലേ? ബൗണ്ടഡ് സെറ്റ് എന്ന് വെച്ചാൽ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടെങ്കിൽ ബൗണ്ടഡ് സെറ്റ് എന്ന് പറയുള്ളൂ. ഇവിടെ അപ്പർ ബൗണ്ട് ഉണ്ട് അല്ലേ? 1 1 എല്ലാ റിയൽ നമ്പേഴ്സ്, വലിയ റിയൽ നമ്പേഴ്സ് എല്ലാം അപ്പർ ബൗണ്ട് ആണ്. 0 ചെറിയ ഈ റിയൽ നമ്പേഴ്സ് ഒക്കെ ലോവർ ബൗണ്ട്സ് ആണ്. അപ്പോൾ എ ബൗണ്ടഡ് ആണ്, അതുപോലെ ബിയും ബൗണ്ടഡ് ആണ്. എ യൂണിയൻ ബിയും കണ്ടില്ലേ, ഈ 0 2 സെറ്റ് ബൗണ്ടഡ് അല്ലേ? എയും ബിയും രണ്ട് ബൗണ്ടഡ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ആണെങ്കിൽ എ യൂണിയൻ ബി ബൗണ്ടഡ് ആയിരിക്കും. പിന്നെ സുപ്രീം ഓഫ് എ യൂണിയൻ ബി ഈസ് മാക്സിമം ഓഫ് സുപ്രീം ഓഫ് ബി. ഇപ്പോ ഞാനേ എയും ബിയും ബൗണ്ടഡ് സെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം? അവിടെ എയും ബിയും രണ്ട് ബൗണ്ടഡ് സെറ്റ് എന്ന് തന്നിട്ട് എന്തൊക്കെ പ്രൂവ് ചെയ്യണം? ആദ്യം എ യൂണിയൻ ബി ബൗണ്ടഡ് എന്ന് കാണിക്കണം. അപ്പൊ എ യൂണിയൻ ബി ബൗണ്ടഡ് എന്ന് കാണിക്കും. ഒരു സെറ്റ് ബൗണ്ടഡ് എന്ന് കാണിക്കാൻ എന്തൊക്കെ വേണം? ഒരു സെറ്റ് ബൗണ്ടഡ് എന്ന് കാണിക്കാൻ ആ സെറ്റിന് അപ്പർ ബൗണ്ടും ഉണ്ടെന്ന് വേണം, ലോവർ ബൗണ്ടും ഉണ്ടെന്ന് വേണം. അപ്പൊ എ യൂണിയൻ ബി ബൗണ്ടഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എ യൂണിയൻ ബിക്ക് അപ്പർ ബൗണ്ടും ഉണ്ടെന്ന് പറയണം, എ യൂണിയൻ ബിക്ക് ലോവർ ബൗണ്ടും ഉണ്ടെന്ന് പറയണം. ഞാൻ സുപ്രീം ഓഫ് എ ഉണ്ടെന്നില്ല പറയണം. അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ എയും ബിയും ബൗണ്ടഡ് അല്ലേ? എയും ബിയും ബൗണ്ടഡ് ആയതുകൊണ്ട് എന്തുണ്ടാവും? സുപ്രീമം പ്രോപ്പർട്ടി വെച്ചിട്ട് എനിക്ക് എന്താ പറയാം? കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് പറയാം എനിക്ക്? കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സുപ്രീമം പ്രോപ്പർട്ടി വെച്ചിട്ട് എയും ബിയും ബൗണ്ടഡ് ആയതുകൊണ്ട് എക്കും ബിക്കും സുപ്രീമം ഉണ്ട്, ഇൻഫീമം ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ എഴുതിയില്ലേ? ഏത് പ്രോപ്പർട്ടിയാ? ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ്. ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് പറയുന്നത് എന്താ? ഒരു സെറ്റ് അപ്പർ ബൗണ്ട്, ഒരു സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ, ബൗണ്ടഡ് എബോ ആണെങ്കിൽ അതിനെന്തുണ്ട്? സുപ്രീമോ ഉണ്ട്. ഒരു സെറ്റ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ അതിനെന്തുണ്ട്? ഇൻഫീമോ ഉണ്ട്. ശരിയല്ലേ? അപ്പോ എയും ബിയും ബൗണ്ടഡ് എന്നാ പറയണേ. എയും ബിയും ബൗണ്ടഡ് ആണെങ്കിൽ എക്കും ബിക്കും എന്തുണ്ട്? സുപ്രീമോ ഉണ്ട്, ഇൻഫീമോ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ സുപ്രീമോ U1 എന്ന് എടുക്കുന്നു. ഒരു റിയൽ നമ്പർ ആണ് U1, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി എടുക്കുന്നതാണ്. ആൻഡ് സുപ്രീം ഓഫ് ബി, ബിന്റെ സുപ്രീം എന്ന് എടുക്കുന്നു. സുപ്രീം ഓഫ് ബി ഈസ് ഈക്വൽ ടു U2 എന്ന് എടുക്കും. ഇനി ഇൻഫീമോ ഓഫ് എ ഈസ് ഈക്വൽ ടു L1 എന്ന് എടുക്കുന്നു. കാരണം ഇൻഫീമോ ഉണ്ടല്ലോ. ഇൻഫീമോ ഓഫ് ബി അത് L2 എന്ന് എടുക്കുന്നു. ഇനി ഞാൻ ഇപ്പോഴേ സൗകര്യത്തിന് വേണ്ടി എടുത്തു വയ്ക്കുകയാണ്. ലെറ്റ് U ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് U1, U2. U1 ന്റെ U2 ന്റെ മാക്സിമം U എന്ന് എടുത്തു.
and minimum of L1 ന്റെ L2 ന്റെ മിനിമം നമ്മൾ ആവശ്യമുള്ളത് ആദ്യം അങ്ങ് എടുത്ത് വെച്ചു, കാരണം അതിൽ പ്രൂവ് ചെയ്യണം. L1 ന്റെ L2 ന്റെ മിനിമം L എന്നത്. ഇനി നമുക്ക് പ്രൂഫിലോട്ട് വരാം. ആദ്യം ഞാൻ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് first prove A union B is bounded. A union B bounded എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. A union B bounded എന്ന് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ വേണം അവിടെ? A union B bounded ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് A union B bounded above ആവണം, A union B bounded below ആവണം, എന്നാലേ A union B bounded ആവുള്ളൂ. അപ്പോൾ A union B bounded above എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ U1 is supreme of A എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. Supreme of A is equal to U1 എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന്റെ മീനിങ് എന്താ? U1 ആദ്യം അപ്പർ ബൗണ്ട് ആവുമല്ലോ, അപ്പർ ബൗണ്ട് ആയിട്ട് അതിൽ ഏറ്റവും ചെറുതല്ലേ സുപ്രീം. അപ്പൊ U1 അപ്പർ ബൗണ്ട് ആവും. U1 അപ്പർ ബൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ എലമെന്റുകളെക്കാളും U1 എവിടത്തെ എയിലെ എല്ലാ എന്റെ സുപ്രീമോ അല്ലേ U1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എയിലെ എല്ലാ എലമെന്റ്സുകളെക്കാളും വലുതാണ് U1, വലുതോ ഈക്വലോ ആണ് U1. ഇനി ഈ U1ന്റെയും U2ന്റെയും മാക്സിമം അല്ലേ U1 എടുത്തിരിക്കുന്നത്. U1ന്റെയും U2ന്റെയും മാക്സിമം ആണല്ലോ നമ്മൾ U1 എടുത്തിരിക്കുന്നത്. അപ്പോൾ U എന്ന് വെച്ചാൽ U1-നെക്കാളും വലുതോ ഈക്വലോ ആവും, U2-നെക്കാളും വലുതോ ഈക്വലോ ആവും. അപ്പോൾ X less than or equal to U1 less than or equal to U for all X element of A. ഇതുപോലെ U2 ഇതുപോലെ എനിക്ക് പറയാലോ. സുപ്രീം ഓഫ് ബി എന്ന് പറഞ്ഞാലാ U2 അല്ലേ. സുപ്രീം ഓഫ് ബി U2 ആണെങ്കിൽ X less than or equal to U2 for all X belongs to B അല്ലേ. ബിയിലെ എല്ലാ എലമെന്റ്സിനെക്കാളും U2 അപ്പർ ബൗണ്ട് ആവണമല്ലോ. അപ്പർ ബൗണ്ട് ആയിട്ടല്ലേ ലീസ്റ്റ് ആവുള്ളൂ, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആവുള്ളൂ എന്ന് വെച്ചാൽ X ലെസ് ദാൻ ഓർ ഈക്വൽ ടു U2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി U2 എന്ന് വെച്ചാൽ U2ന്റെയും U1ന്റെയും മാക്സിമം ആണ് U. അപ്പൊ U2-നെക്കാളും വലുതോ ഈക്വൽ ആയിരിക്കും U ഫോർ ഓൾ X element of B. എന്തായി? X നോക്കട്ടെ, X എയിലും ഉണ്ട്, X ബിയിലും ഉണ്ട്. ഇവിടെ ആക്ച്വലി X ലെസ് ദാൻ ഓർ ഈക്വൽ ടു U ഫോർ ഓൾ X element of A. ഇവിടെയും X ലെസ് ദാൻ ഓർ ഈക്വൽ ടു U ഫോർ ഓൾ X element of B അല്ലെ. ദാറ്റ് ഈസ് X ലെസ് ദാൻ ഓർ ഈക്വൽ ടു U ഫോർ ഓൾ X element of A and or X less than or equal to U for all X element of B. X less than or equal to U for all X element of A. X less than or equal to U for all X element of B. In the meaning X less than or equal to U for all X element of A union B. X less than or equal to U
for all x element of A union B. A union B യിൽ ഏത് x എടുത്താലും കാരണം എയിലും ബിയിലും ഉണ്ടല്ലോ. ഇനി ഇവിടെ എന്ത് പറയാം, ഇതിന്റെ മീനിങ് എന്താ? എ യൂണിയൻ ബിയിലെ എല്ലാ എലമെന്റ്സുകളെക്കാളും വലുതോ ഈക്വൽ ആണ് യു. അപ്പോ എ യൂണിയൻ ബിന്റെ അപ്പർ ബൗണ്ട് അല്ലേ യു? Therefore, U is the upper bound. U is the upper bound of A union B. Hence, A union B is bounded above. Hence, A union B is bounded above. Next, A union B bounded below എന്ന് പറയാൻ വേണ്ടിയിട്ട് also ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L1 അല്ലേ നമ്മൾ അവിടെ എടുത്തിട്ടുള്ള L1 എന്തെന്ന് എടുത്തിട്ടുള്ളത്? ഇവിടെ L1 എന്തെന്ന് എടുത്തിട്ടുള്ളത്? ഇൻഫീമോ അല്ലേ? ഇൻഫീമോ ഓഫ് എ ഇസ് ഈക്വൽ ടു L1 എന്നല്ലേ എടുത്തിട്ടുള്ളത്? ഇതിന്റെ മീനിങ് എന്താ? എക്സ് L1 ലോവർ ബൗണ്ട് എന്നല്ലേ? L1 ലോവർ ബൗണ്ട് എന്നല്ലേ? L1 ലോവർ ബൗണ്ട് എന്ന് വെച്ചാൽ മീനിങ് എന്താ? എയിലെ എല്ലാ എലമെന്റ്സുകളെക്കാളും, എയിലെ എല്ലാ എലമെന്റ്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എയിലെ എല്ലാ എലമെന്റ്സുകളെക്കാളും ചെറുതോ ഈക്വൽ ആണ് L1. ഇനി നമുക്കറിയാം ഈ L1 എന്ന് വെച്ചാല് L1ന്റെയും L2വിനേക്കാളും ചെറുതാണ് L അല്ലെ? അങ്ങനെ എടുത്തിരിക്കുന്നത് L1നെക്കാളും മിനിമം അല്ലേ? L1ന്റെ L2ന്റെ മിനിമം ആണ് L. അപ്പോ L1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L എന്ന് എഴുതാം ഫോർ ഓൾ x belongs to A. ഇതുപോലെ ഇൻഫീം ഓഫ് ബി ആരാണ്? L2 എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്താ? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L2 ഫോർ ഓൾ x belongs to B. ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? ഇവിടെ x greater than or equal to L2 greater than or equal to L for all x belongs to B. ഈ രണ്ട് ലൈൻ ഒരുമിച്ച് ചേർക്കാമല്ലോ. ദാറ്റ് ഈസ് x greater than or equal to L for all x belongs to A, or x greater than or equal to L for all x belongs to B. ഇതിന്റെ മീനിങ് എന്താ? കഴിഞ്ഞതുപോലെ പറയാലോ. x less than or equal to u for all x belongs to A, x less than or equal to u for all x belongs to B. അപ്പോൾ x less than or equal to A u for all x belongs to A union B. അതുപോലെ ഇവിടെ x greater than or equal to L for all x belongs to A, x greater than or equal to L for all x belongs to B implies x greater than or equal to L for all x element of A union B. അപ്പോൾ that is L is a lower bound അല്ലേ? ഇവിടെ എന്റെ മീനിങ് അങ്ങനെയല്ലേ? ലോവർ ബൗണ്ടിന്റെ ഡെഫിനിഷൻ അല്ലേ ഇത്? A യൂണിയൻ ബിയുടെ ലോവർ ബൗണ്ട് ആവൂലേ അല്ലേ? അപ്പോൾ that is L is a lower bound of A union B. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിരിക്കുന്നത് എന്താ? U is upper bound of A union B. അതുകൊണ്ട് A union B bounded above ആയി. ഇവിടെ L is a lower bound of A union B. Therefore, A union B is bounded below. A union B is bounded below ആയി. അപ്പോൾ A union B bounded above bounded below ആയതുകൊണ്ട് എന്ത് പറയാം?
എ യൂണിയൻ ബി ബൗണ്ടഡ് എബോയും ബൗണ്ടഡ് ബിലോ ആയതുകൊണ്ട് എന്ത് പറയാം? എ യൂണിയൻ ബി ബൗണ്ടഡ് എബോയും ബൗണ്ടഡ് ബിലോ ആയതുകൊണ്ട് എ യൂണിയൻ ബി ബൗണ്ടഡ് ആണെന്ന് പറയാം അല്ലേ? Hence from 1 and 2 A union B is bounded. Bounded above ആണ്, bounded below ആണ്, അതുകൊണ്ട് bounded ആണ്. A union B bounded. അപ്പോൾ ഒരു കാര്യമായി അല്ലേ? പ്രോപ്പർട്ടി 2 പറഞ്ഞ എയും ബിയും രണ്ട് ബൗണ്ടഡ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ആണ്. എയും ബി രണ്ട് നോൺ എംപ്റ്റി ബൗണ്ടഡ് സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി ബൗണ്ടഡ് എന്ന് ആദ്യം കാണിക്കണം. അതായത് ഇനി അടുത്ത് എ യൂണിയൻ ബിന്റെ സുപ്രീമം എയുടെയും ബിയുടെയും സുപ്രീമങ്ങളുടെ മാക്സിമം ആണ്. അത് കാണിക്കാൻ എന്ത് ചെയ്യണം? അവിടെ ഒന്നാമത്തത് കാണിക്കണം. അപ്പൊ നമുക്കിവിടെ ഇവിടെ എന്തുണ്ട്? എ യൂണിയൻ ബിയുടെ സുപ്രീം അല്ല, എ യൂണിയൻ ബിയുടെ അപ്പർ ബൗണ്ട് ആണ് യു എന്നുണ്ട് അല്ലേ? ഹിയർ യു ഈസ് ദ നമ്മൾ പ്രൂവ് ചെയ്തു. ഹിയർ യു ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബിയുടെ അപ്പർ ബൗണ്ട് ആണ് യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. യു എന്ന് വെച്ചാൽ മാക്സിമം ഓഫ് യു ഓൺ യു. ഇനി ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയാം. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഈ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിയൽ എല്ലായിടത്തും വരും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ എന്നാണ് കാണിക്കുന്നത്. അത് പോസിറ്റീവ് റിയൽ നമ്പറാണ്. 0.1 ആവാം, 0.2 ആവാം, 0.00 ആവാം. വളരെ കുഞ്ഞ് ഏത് റിയൽ നമ്പറിനും ശരിയാവും എന്നുള്ളതാണ്. ഏത് പോസിറ്റീവ് റിയൽ നമ്പറിനും നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ എടുത്താലും അടുത്ത് അതിന് ശേഷം പറയാൻ പോകുന്നത് ശരിയാവും എന്നാണ്. ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 then ഇവിടെ അപ്പർ ബൗണ്ടിൽ നിന്ന് ഒരു റിയൽ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ അത് അപ്പർ ബൗണ്ടിനെക്കാളും ചെറുതായിരിക്കില്ലേ? ഒരു നമ്പറിൽ നിന്ന് അതിനെ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ അത് പോസിറ്റീവ് നമ്പറിനെയാണ് സബ്ട്രാക്ട് ചെയ്ത് കളയുന്നത്. അത് ശ്രദ്ധിക്കണം. ഇപ്പൊ ലെസ് ദാൻ യു. ഇനി ഈ യു എന്ന് വെച്ചാൽ മാക്സിമം ഓഫ് യു ഓൺ യു ടു അല്ലേ? യു എന്ന് വെച്ചാൽ യു വണ്ണിന്റെ യു ടുവിന്റെ മാക്സിമം ആണ്. therefore യു മൈനസ് എപ്സിലോൺ, യു എന്ന് വെച്ചാൽ മാക്സിമം ഓഫ് യു ഓൺ യു ടു ആണ്. അപ്പോൾ യു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ യു വൺ ആവാം, ഓ യു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ യു ടു ആവാം. ഇനി ഇഫ് u minus epsilon less than u1, then there exists an element is small a in capital A, and a ഉണ്ടെങ്കിലേ a യൂണിയൻ ബിയിലും ഉണ്ടാവുമല്ലോ, a യൂണിയൻ ബിയിലും ഉണ്ടാവും, such that x greater than u minus epsilon. ശരിയാണല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട് u minus epsilon less than u1, then there exists a in capital S, and hence x element of a union be such that x greater than u minus epsilon. And if u minus epsilon less than u2, ഇപ്പോൾ x minus epsilon u minus epsilon less than u1 ന്റെ കാര്യമായത്. അടുത്ത് u minus epsilon less than u2, then there exists a element of b, and
എ എലമെന്റ് ഓഫ് ബി ആണെങ്കിൽ അല്ല എ എലമെന്റ് ഓഫ് ബി ആണെങ്കിൽ എ എവിടെ ഉണ്ടാവും? എ എലമെന്റ് ഓഫ് എ യൂണിയൻ ബിയിൽ ഉണ്ടാവും. സച്ച് ദാറ്റ് എ എലമെന്റ് ഓഫ് എ യൂണിയൻ ബി സച്ച് ദാറ്റ് എ അല്ലേ എ ഗ്രേറ്റർ ദാൻ യു മൈനസ് എപ്സിലോൺ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് എന്ത് കിട്ടി? Thus, for every epsilon greater than 0, there exists small a element of A union B. Small a element of A union B such that small a element of A union B such that A greater than U minus epsilon. A greater than U minus epsilon. ഇവിടെ ഇതല്ലേ അവിടെ നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനിൽ പറഞ്ഞു ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ യു എന്തായിരിക്കും? യു അപ്പർ ബൗണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. Therefore, U is an upper bound of U is a supreme അല്ലേ? U is supreme of A union B using lemma. ഏത് ലെമ്മയാ? 1.2. ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അതിന് സിമിലർ ആയിട്ട് ഇന്നലെ പറഞ്ഞതില്ലേ ലെമ്മ, ആ ലെമ്മ വെച്ചാൽ പറഞ്ഞു. യു ഇസ് എ സുപ്രീം ഓഫ് എ യൂണിയൻ. So that is supreme of A union B is equal to U. U എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഓഫ് U1, U2 എന്ന് എടുത്തിട്ടുള്ള. Therefore, supreme of A union B is equal to maximum of U1 എന്ന് വെച്ചാൽ sup A1 A. U2 is supreme of B.